ചാമ്പ്യൻസ് ട്രോഫിയിൽ ആതിഥേയരായ പാകിസ്ഥാൻ നാണംകെട്ട തോൽവിയാണ് നേരിട്ടത്. 5 ദിവസത്തിനുള്ളിൽ പുറത്തായ പാകിസ്ഥാന് ഒരു ജയം പോലും നേടാനായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് വലിയ നാണക്കേടായി മാറി. ഇതോടെ വലിയ അഴിച്ചുപണിയിലേക്കാണ് പാകിസ്ഥാൻ കടന്നത്. നായകനായിരുന്ന മുഹമ്മദ് റിസ്വാനെ ആദ്യം പുറത്താക്കി. ബാബർ അസം, ഫക്കർ സമാൻ, ഇമാം ഉൽ ഹക്ക് തുടങ്ങിയ മോശം ഫോമിലാണെന്ന് പറയുന്നവരെല്ലാം ടീമിൽ നിന്ന് പുറത്താക്കി. പുതിയൊരു ടീമിനെ സൃഷ്ടിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിൽ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ പാകിസ്ഥാൻ എല്ലാവർക്കും മറുപടി നൽകുമെന്നാണ് PCB അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ന്യൂസിലൻഡിനോട് നാണം കെട്ട് തോറ്റിരിക്കുകയാണ് പാകിസ്ഥാൻ. 9 വിക്കറ്റിനാണ് ന്യൂസിലൻഡ് ജയിച്ചത്. അതും 59 പന്തുകൾ ബാക്കി നിർത്തി. ഇതിനാണോ പാകിസ്ഥാൻ സൂപ്പർ താരങ്ങളെയെല്ലാം പുറത്താക്കിയത് എന്നാണ് ആരാധകർ ട്രോളുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞു. മുഹമ്മദ് റിസ്വാനെ പുറത്താക്കി സൽമാൻ ആഗയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് പാകിസ്ഥാൻ കളിക്കാനിറങ്ങിയത്. പാകിസ്ഥാന്റെ 2 ഓപ്പണർമാരും ഡെക്കിനാണ് പുറത്തായത്. മുഹമ്മദ് ഹാരിസ് 6 പന്ത് നേരിട്ട് 0 പുറത്തായപ്പോൾ ഹസൻ നവാസ് 2 പന്ത് നേരിട്ട് 0 മടങ്ങി. സൽമാൻ ആഗ 18 റൺസ് എടുത്തപ്പോൾ ഇർഫാൻ ഖാൻ 1 റൺസും ഷതാബ് ഖാൻ 3 റൺസും എടുത്ത് പുറത്തായി. മധ്യനിരയിൽ ഗുസ്ദിൽ ഷാ നേടിയ 30 റൺസാണ് 50-നുള്ളിൽ ഒതുങ്ങാതെ പാകിസ്ഥാനെ രക്ഷിച്ചതെന്ന് പറയാം. പാകിസ്ഥാന്റെ യുവ താരനിര ഇത്രയും നിലവാരമില്ലാത്തവരാണോ എന്നാണ് ആരാധകർ ട്രോളുന്നത്. ഇന്ത്യയുടെ യുവ താരനിര ICC ടൂർണമെന്റുകളിലടക്കം ശോഭിക്കുമ്പോൾ പാകിസ്ഥാന് നിലവാരമുള്ള ഒരു താരത്തെ പോലും സൃഷ്ടിക്കാൻ ആവാത്തത് വലിയ നാണക്കേടാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ നില കൂടുതൽ ദയനീയമാക്കുന്ന തോൽവിയാണിതെന്ന് പറയാം. പാകിസ്ഥാന്റെ സൂപ്പർ പേസറായ ഷഹീൻ ഷാ അഫ്രീദിയെ നിലവിലെ ഏറ്റവും മികച്ച പേസർമാരിലൊരാളായാണ് പാകിസ്ഥാൻ ആരാധകർ പറയുന്നത്. എന്നാൽ തല്ലുകൊള്ളിയായി ഷഹീൻ മാറുകയാണ്. ന്യൂസിലൻഡിനെതിരെ 2 ഓവറിൽ 17 റൺസാണ് വിട്ടുകൊടുത്തത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് പിന്നാലെ ന്യൂസിലൻഡിനെതിരായ 1-ാം T20യിലെ തോൽവി പാകിസ്ഥാനെ വല്ലാതെ തളർത്തുന്നുണ്ട്. വലിയ അഴിച്ചുപണി നടത്തിയിട്ടും പാകിസ്ഥാന് ജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇതോടെ പാകിസ്ഥാന് മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ബാബർ അസമിനെയും മുഹമ്മദ് റിസ്വാനെയും ഒഴിവാക്കിയതുകൊണ്ട് പാകിസ്ഥാൻ ടീം രക്ഷപ്പെടില്ല എന്നാണ് ആരാധകർ പറയുന്നത്. സീനിയർ താരങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ടു പോകാൻ പാകിസ്ഥാന് സാധിക്കണമെന്നും അല്ലെങ്കിൽ ഇനിയും നാണം കെടുമെന്നുമാണ് ആരാധകർ ഓർമ്മിപ്പിക്കുന്നത്.